നമസ്കാരം, ഭാരത് ലൈവിലേക്ക് സ്വാഗതം. വൈക്കത്ത് ദളിത് സ്ഥാനാർത്ഥിയായി തന്നെ പരിഗണിച്ചില്ല എന്ന പരാതിയുമായി ദളിത് ആക്ടിവിസ്റ്റ് സണ്ണി എം കബിക്കാട് രംഗത്ത് വന്നു. കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥിയാക്കാമെന്ന വാഗ്ദാനം ചെയ്തിരുന്നുവെന്നാണ് സണ്ണി എം കബിക്കാട് പറയുന്നത്. എന്നാൽ സണ്ണി എം കബിക്കാട് ആരാണ് എന്ന് കേരളത്തിലെ ജനങ്ങൾക്കറിയാം. RSSനെ കണക്കറ്റ് വിമർശിക്കുന്ന ഒരു ദളിത് ആക്ടിവിസ്റ്റ് എന്ന പേരുള്ള ആൾ. എന്നാൽ അയാൾ ഒരു കള്ളനാണയമാണ് എന്ന് പറയാതെ പറയുകയാണ് ഇപ്പോൾ അജയ് തറയിൽ. KPCC ഭാരവാഹിയായ അജയ് തറയിലാണ് സണ്ണി എം കബിക്കാടിനെതിരെ ഗുരുതരമായ ആരോപണങ്ങൾ ഉയർത്തിയിരിക്കുന്നത്. സണ്ണി എം കബിക്കാട് കള്ളനാണയമാണെന്നും അദ്ദേഹത്തിന് 3 പേരുകളാണ് ഉള്ളതെന്നുമാണ് ഇപ്പോൾ അജയ് തറയിൽ പറയുന്നത്. ആദ്യം സണ്ണി കബിക്കാടിന്റെ പേര് പൈലി എന്നായിരുന്നു. പിന്നീട് LICയിൽ ജോലി കിട്ടാൻ വേണ്ടി ആ പേര് അനിൽകുമാർ എന്നാക്കി. ദളിത് ആക്ടിവിസ്റ്റ് ആയപ്പോൾ പിന്നീട് സണ്ണി കബിക്കാടായി. ഈ ജീവിതകാലം മുഴുവൻ പണം വേണം എന്ന് ആഗ്രഹിക്കുന്ന ഒരാളാണ് സണ്ണി കബിക്കാട് എന്ന ഗുരുതരമായ പരാമർശമാണ് അദ്ദേഹം നടത്തുന്നത്. അതിനുവേണ്ടിയാണ് തോൽക്കാൻ പോകുന്ന സീറ്റുകൾ, അതിനുവേണ്ടി വഴക്കുണ്ടാക്കുന്നത്, അതിനുവേണ്ടിയാണ് എന്ന ആരോപണവും ഉന്നയിക്കുന്നു. ഏറ്റവും പ്രധാനമായി ദളിത് ആക്ടിവിസ്റ്റായി അറിയപ്പെടുന്ന സണ്ണി എം കബിക്കാടിന് 3 പേരുകൾ ഉണ്ടായിരുന്നു എന്ന ആരോപണമാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. ഇയാൾ പുതിയ പേരുകൾ ഇപ്പോൾ സ്വീകരിച്ചതാണ് എന്നും ഞെട്ടിക്കുന്ന ആരോപണം തന്നെയാണ്. കോൺഗ്രസ് നേതാവ് അജയ് തറയിൽ ഇത് പറയുമ്പോൾ തോൽക്കാൻ സാധ്യതയുള്ള വൈക്കത്ത് UDF സ്ഥാനാർത്ഥിയാകാൻ സണ്ണി എം കബിക്കാട് ശ്രമിച്ചത് പണമുണ്ടാക്കാനുള്ള ഒരു വഴി മാത്രമായിരുന്നു എന്ന ഗുരുതരമായ ആരോപണവും സണ്ണി എം കബിക്കാടിനെ കുറിച്ച് അജയ് തറയിൽ പറയുന്നുണ്ട്. വാസ്തവത്തിൽ സണ്ണി എം കബിക്കാട് കോൺഗ്രസ്സുകാരനല്ല, ക്രിസ്ത്യൻ കുടുംബത്തിൽ ജനിച്ച വ്യക്തിയാണ് ഇദ്ദേഹം. ഇയാളുടെ മാതാപിതാക്കൾ സാമ്പത്തിക സഹായം കിട്ടാൻ വേണ്ടി ആണ് പിന്നീട് വർഷങ്ങൾക്ക് ശേഷം ക്രിസ്തു മതത്തിലേക്ക് ചേരുകയായിരുന്നു. അങ്ങനെ ദളിത് ക്രൈസ്തവനായ സണ്ണി എം കബിക്കാട് ജോലി കിട്ടാൻ വേണ്ടി വീണ്ടും കൺവേർട്ട് ചെയ്ത് ഹിന്ദു മതത്തിലേക്ക് വന്നു. അങ്ങനെ ഹിന്ദു മതത്തിലെത്തിയപ്പോഴാണ് ആദ്യം പൈലി എന്ന പേര്, പിന്നീട് അനിൽ എന്ന പേര്, അതിനുശേഷം ദളിത് ആക്ടിവിസ്റ്റ് ആയപ്പോൾ സണ്ണി കബിക്കാട് എന്ന പേര് സ്വീകരിക്കുകയായിരുന്നു എന്നാണ് പറയുന്നത്. ഏതായാലും ആദ്യത്തെ പേര് AM പൈലി, LICയിൽ ജോലി കിട്ടാൻ വേണ്ടി അനിൽകുമാറായി രൂപാന്തരം പ്രാപിച്ചു. പിന്നീട് ദളിത് പ്രവർത്തകനായപ്പോൾ സണ്ണി എം കബിക്കാടായി മാറി. ഇങ്ങനെയാണ് അയാളുടെ പെരുമാറ്റവും എന്നാണ് അജയ് തറയിൽ പറയുന്നത്. ഏതായാലും നക്സൽ പ്രസ്ഥാനത്തോടൊപ്പമായിരുന്നു കുറെ കാലം ഇയാൾ എന്നും അജയ് തറയിൽ പറയുന്നു. അതിനുശേഷം ഇപ്പോൾ ജമാഅത്തെ ഇസ്ലാമിയുടെ ചട്ടുകമായി പ്രവർത്തിക്കുന്നു. ജമാഅത്തെ ഇസ്ലാമിയുടെ ആ സഹായത്തോടുകൂടി, അവരുടെ സ്വാധീനത്തോടുകൂടി കോൺഗ്രസിൽ കയറിപ്പറ്റാനുള്ള ശ്രമമാണ് നടത്തിയത്. തോക്കാൻ പോകുന്ന സീറ്റുകൾ അല്ലെങ്കിൽ സാധ്യതയില്ലാത്ത സീറ്റുകളിലേക്ക് എത്തപ്പെട്ടുകൊണ്ട് പണം പിരിക്കാനുള്ള ഉദ്ദേശമാണ് നടത്തുന്നത്. അങ്ങനെ അതിനുള്ള ശ്രമമാണ് നടത്തിയത് എന്നാണ് പറയുന്നത്. ഇയാൾ ഇടതുപക്ഷക്കാരനായിരുന്നു എന്ന ഗുരുതരമായ ആരോപണവും അജയ് തറയിൽ ഉയർത്തുന്നുണ്ട്. രാഷ്ട്രീയത്തിൽ ഇങ്ങനെയൊക്കെ തന്നെയാണ് പലപ്പോഴും ദളിത് ആക്ടിവിസ്റ്റുകളായും മറ്റ് പല ഘട്ടങ്ങളിലും, ദളിത് ആക്ടിവിസ്റ്റുകൾ മാത്രമല്ല രാഷ്ട്രീയത്തിൽ പലയിടത്തും ജീവകാരുണ്യ പ്രവർത്തകരുടെ, സാമൂഹ്യ പ്രവർത്തകരുടെയും ഒക്കെ വേഷം കിട്ടുന്ന പലരുടെയും അവസ്ഥ ഇത് തന്നെയാണ്. പലരും ഇത് തന്നെയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. പണത്തിനപ്പുറത്തേക്ക് ചാരിറ്റിയോ ഒന്നും തന്നെയല്ല ഇവരുടെ പ്രവർത്തനമെന്ന് നമുക്ക് ഇവർക്കും അറിയുന്ന കാര്യവുമാണ്. ഇയാളുടെ രാഷ്ട്രീയം പോലെ തന്നെ ഒരു കാലത്ത് നക്സൽ പ്രസ്ഥാനത്തോടൊപ്പം നിന്നിരുന്നു. പിന്നീട് നക്സൽ പ്രസ്ഥാനം കഴിഞ്ഞ് ഇടതുപക്ഷ പ്രസ്ഥാനങ്ങളോടൊപ്പമായി. അതിനുശേഷം പിന്നീട് ഇപ്പോൾ വന്നു തുടങ്ങിയിരിക്കുന്നത് സണ്ണി എം കബിക്കാട് എന്ന പേര് സ്വീകരിക്കുന്നു. അതിനുശേഷമാണ് അദ്ദേഹം പറയുന്നതെല്ലാം പച്ചക്കള്ളമാണെന്നും അതിനുശേഷം, അതായത് സണ്ണി എം കബിക്കാട് എന്ന പേരുണ്ടായതിനു ശേഷം ചെയ്ത പ്രവൃത്തിയാണ് പിന്നീട് ഈ ജമാഅത്തെ ഇസ്ലാമിയുമായി കൂട്ടുപിടിച്ചത് എന്നും ഗുരുതരമായ ആരോപണങ്ങളാണ് ഇപ്പോൾ ഉന്നയിക്കുന്നത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം.